സുനഭായോഗം അതിശ്രേഷ്ഠം. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്താം. കൈവരുന്ന സൗഭാഗ്യങ്ങൾക്ക് കണക്കില്ല. വേദ ജ്യോതിഷത്തിലെ വളരെ വിശേഷപ്പെട്ട യോഗങ്ങളിൽ ഒന്നാണ് സുനഭായോഗം. ചന്ദ്രനെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യോഗമാണിത്. വളരെ അപൂർവമായ ഗ്രഹവിന്യായമാണ് സുനഭായോഗത്തിൻ്റെ പ്രത്യേകത. സാമ്പത്തികമായ ഉന്നമനവും നേട്ടങ്ങളും വളർച്ചയും പ്രതീക്ഷിത സൗഭാഗ്യങ്ങളും നൽകുന്ന യോഗമാണിത്. ഡിസംബർ 11 ശേഷം സുനഭായോഗം സൃഷ്ടിക്കപ്പെടുന്നു. ഇടവം, കന്നി, വൃശ്ചികം, മകരം, മീനം രാശിക്കാർക്കാണ് ഈ യോഗം വരുന്നത്. ഇത് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്ന രാശിയുടെ 2 അല്ലെങ്കിൽ 4 ഭാവത്തിൽ ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി തുടങ്ങി ഏതെങ്കിലും താരാഗ്രഹങ്ങൾ വന്നാൽ സുനഭായോഗം സൃഷ്ടിക്കപ്പെടുന്നു. ചന്ദ്രനോ മറ്റ് കാരകഗ്രഹങ്ങളോ സ്വന്തം രാശിയിലോ അല്ലെങ്കിൽ ഉച്ചരാശിയിലോ സ്ഥിതി ചെയ്യുമ്പോഴാണ് സുനഭായോഗം സൃഷ്ടിക്കപ്പെടുന്നത്. പൂർണ്ണതോതിൽ പ്രാപ്തമാകുന്നു. നേരെ മറിച്ച് ഈ ഗ്രഹങ്ങൾ നീച രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ സുനഭായോഗം വേണ്ടത്ര ഗുണം ചെയ്യും. ഫലം വരുന്നത്: ഈ യോഗമുള്ള ആളുകൾ സ്വന്തം കഴിവിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നവർ ആയിരിക്കും. ഇവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടും. പ്രശസ്തിയിലൂടെ സമ്പത്ത് ആർജിക്കുന്നവരായിരിക്കും ഇവർ. കഠിനാധ്വാനം ചെയ്യാനും അതിലൂടെ സ്വത്തുക്കൾ ആർജിക്കാനും ഇവർക്ക് യോഗമുണ്ടാകും. അധികാര സ്ഥാനങ്ങളിൽ എത്താനും അധികാര സ്ഥാനങ്ങളിൽ ശോഭിക്കാനും ഇവർക്ക് യോഗമുണ്ടാകും. ആഴത്തിലുള്ള അറിവ് ഈ യോഗമുള്ളവരുടെ പ്രത്യേകതയാണ്. സമൂഹത്തിൽ പേരും പ്രശസ്തിയും നേടാനും മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാനും ഇവർക്ക് കഴിവുണ്ട്. ഈ യോഗം ലഭിച്ചാൽ അവിചാരിതമായ സാമ്പത്തിക നേട്ടങ്ങളും നിക്ഷേപങ്ങളും അവസരങ്ങളും കൈവരുന്നു. ഇവർക്ക് കരിയറിൽ അംഗീകാരവും കഠിനാധ്വാനത്തിൻ്റെ ഫലവും പുതിയ ഉത്തരവാദിത്തങ്ങളും ലഭിക്കും. ബന്ധങ്ങൾ ദൃഢമാകും. വ്യക്തിബന്ധങ്ങളിലും ഉദ്യോഗബന്ധങ്ങളിലും സന്തോഷവും ഐക്യവും ഉണ്ടാകും. മനസ്സിന് ശാന്തതയും ഏകാഗ്രതയും കൈവരുന്നു. തീരുമാനം എടുക്കുന്നതിനുള്ള കഴിവ് മെച്ചപ്പെടും. ഈ യോഗത്തിന് കാരണക്കാരായ ഗ്രഹം അനുസരിച്ച് യോഗഫലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതാണ്. ചൊവ്വ ഗ്രഹം കൊണ്ടാണ് സുനഭായോഗം സൃഷ്ടിക്കപ്പെടുന്നതെങ്കിൽ ആ യോഗമുള്ളവർ വീരന്മാർ ആയിരിക്കും. സാഹസിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും. പരാക്രമകാരികളായിരിക്കും. ഇവർ കഠിന പരിശ്രമകരും ചെയ്യുന്നവരും ഉത്സാഹശീലരും ആയിരിക്കും. ജീവിതത്തിൽ ധാരാളം പണം സമ്പാദിക്കാൻ ഇവർക്ക് കഴിയുന്നു. ഇവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നു. എന്നാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുവാനോ അവർക്ക് അഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ ഇവർക്ക് മടിയുണ്ടാവുകയില്ല. ബുധൻ കാരണമാണ് സുനഭായോഗം സൃഷ്ടിക്കപ്പെടുന്നതെങ്കിൽ അവർ തങ്ങളുടെ സംസാരത്തിലൂടെ മറ്റുള്ളവരുടെ ഇഷ്ടവും ആദരവും പിടിച്ചുപറ്റുന്നവർ ആയിരിക്കും. ഇവർ പഠനരംഗത്ത് മികവ് പുലർത്തുന്നതും ധാരാളം അറിവ് സമ്പാദിക്കുന്നവരും കലാപരമായ കഴിവുകളും ഇവർക്കുണ്ടായിരിക്കും. മറ്റുള്ളവരോട് മാന്യമായും ആദരവോടെയും സംസാരിക്കുന്നവരെ മുതിർന്നവർ പോലും ബഹുമാനിക്കുന്നു. സ്വയപ്രയത്നത്തിലൂടെ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാൻ ഇവർക്ക് സാധിക്കുന്നു. ശുക്രനാണെങ്കിൽ സുനഭായോഗ കാരണമെങ്കിൽ ആ ജാതകന് രാജതുല്യമായ പരിഗണനകളും ആദരവും അധികാരവും കൈവരുന്നു. ഇവർക്ക് കലാപരമായ കാര്യങ്ങളിൽ വലിയ താല്പര്യവും കഴിവുകളും ഉണ്ടായിരിക്കുന്നതാണ്. ഇവർക്ക് ഏറ്റവും മികച്ച ജീവിത പങ്കാളിയെ ലഭിക്കുന്നു. ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവർ ആയിരിക്കും ഇവർ. മാത്രമല്ല അധ്വാനത്തിലൂടെ സാമ്പത്തികമായി മുന്നേറാനും ഇവർക്ക് സാധിക്കുന്നു. വസ്ത്രധാരണത്തിൽ വളരെയധികം ശ്രദ്ധിക്കുകയും മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു തരത്തിൽ വസ്ത്രധാരണം നടത്തുന്നവരുമായിരിക്കും. മറ്റുള്ളവരുടെ സ്നേഹത്തിനും ആദരവിനും പാത്രമാകുന്നു. ഇവർ പല വഴികളിലൂടെ സമ്പത്ത് ആർജിക്കുകയും മറ്റുള്ളവരുടെ സമ്പത്ത് അനുഭവിക്കാനും ഇവർക്ക് യോഗമുണ്ടാകുന്നു.